ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോസിന് ടാഗ്സ് എങ്ങനെ കൊടുക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ എനിക്ക് കുറേ കമൻറ്റും കാര്യങ്ങളും വന്നിരുന്നു, അങ്ങനെ യൂട്യൂബിനകത്ത് വീഡിയോസിന് നല്ല ടാഗുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെപ്പറ്റി. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അതിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇതിൽ നമ്മൾ മെയിനായിട്ട് 5 മെത്തേഡുകളാണ് ടാഗ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നോർമലായിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോസിന് ടാഗ്സ് നമുക്ക് കൊടുക്കുന്നത് ഇപ്പോൾ മെയിനായിട്ട് ഒരു വീഡിയോ വൈറലാവാൻ വേണ്ടിയിട്ട് ഉള്ള മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ ടൈറ്റിൽ, പിന്നെ അതിൻ്റെ തമ്പനെയിൽ, പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ടാഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു വീഡിയോൻ്റെ മെയിനായിട്ട് നല്ലൊരു തമ്പനെയിൽ ഉണ്ടെങ്കിൽ നല്ല വീഡിയോൻ്റെ CTR കയറി വരുന്നതിനും വീഡിയോസിൻ്റെ വൈറലായി പോകുന്നതിന് ചാൻസ് ഉണ്ട്. ടാഗ്സ് കൊടുക്കുന്നതിന് നമ്മൾ ഷോർട്ട് മോഡ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ താഴത്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ടാഗ്സ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ വീഡിയോൻ്റെ ടാഗ്സ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വളരെ കുറച്ച് ടാഗ്സ് കൂടെ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ടാഗ്സ് ആഡ് ചെയ്യുന്നത്. ഈ studio.youtube.com-നകത്ത് നമ്മുടെ വീഡിയോസ് എഡിറ്റിൻ്റെ ഈ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടാഗ്സ് കൊടുക്കുക എന്നുള്ളതിനെ പറ്റി കാണാം. അപ്പോൾ ടാഗ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെബ്സൈറ്റുകളാണ് ആദ്യം ഉപയോഗിക്കുന്നത്. ആദ്യത്തെ വെബ്സൈറ്റ് എന്നത് rapidtags.io. ഇതാണ് ആദ്യത്തെ വെബ്സൈറ്റ്. അതിനകത്ത് ആ വെബ്സൈറ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം യൂസ് ടാഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വീഡിയോന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന, അതിൽ നിങ്ങളുടെ വീഡിയോന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെയിനായിട്ടുള്ള കീവേഡ്, ഒരു മെയിൻ കീവേഡ് വെച്ചിട്ട് നമ്മൾ ടാഗ്സ് സെർച്ച് ചെയ്യുന്നത്. ആ കീവേഡ് ഹൗ ടു അപ്ലൈ ഫോർ യൂട്യൂബ് മോണിറ്റൈസേഷൻ, അതാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കീവേഡ്, ഒരു മെയിൻ കീവേഡാണ് അത്. ആ കീവേഡ് വെച്ചാണ് നമുക്ക് ടാഗ്സ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റിനകത്ത് ഹൗ ടു നമ്മുടെ ടൈറ്റിൽ വെച്ച് സെർച്ച് കൊടുക്കുക. ആ ഒരു കീവേഡ് വെച്ച് സെർച്ച് കൊടുത്തതിന് ശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴത്ത് കുറേ ടാഗുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവുക കാണാം. ഈ ടാഗുകളാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ യൂട്യൂബിനകത്ത് ഇൻഡെക്സ് ചെയ്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ടാഗ്സാണ് കാണിക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റിൽ താഴത്തായിട്ട് കോപ്പി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ കോപ്പി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടാഗുകളെല്ലാം കോപ്പി ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ വീഡിയോൻ്റെ എഡിറ്ററിൽ ചെന്നിട്ട് വീഡിയോൻ്റെ എഡിറ്ററിൽ ആ ടാഗ്സ് നമുക്ക് അവിടെ കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഈ ടാഗുകളെല്ലാം അവിടെ വരുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാഗിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം 50 ക്യാരക്ടറാണ്, 500 ക്യാരക്ടറാണ് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് എക്സിഡായിട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ഉള്ളത് ഏതെങ്കിലും ടാഗുകൾ ഉണ്ടെങ്കിൽ ആ ടാഗുകൾ റിമൂവ് ചെയ്ത് കളയുക. ആ ടാഗുകൾ ഇമ്പോർട്ടൻസ് അല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്ന ടാഗുകളാണ് റിമൂവ് ചെയ്യാനായിട്ട്. നല്ല ടാഗുകളൊന്നും റിമൂവ് ചെയ്ത് കളയരുത്. അതായത് സെർച്ച് കൂടുതൽ കിട്ടാൻ പോസിബിലിറ്റീസ് ഉള്ള ടാഗുകളൊന്നും റിമൂവ് ചെയ്ത് കളയരുത്. അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല, സെർച്ച് കിട്ടാൻ പോസിബിലിറ്റീസ് ചാൻസ് കുറവാണ് എന്ന് അറിയുന്നുള്ള അങ്ങനെ വരുന്ന ടാഗുകളാണ് നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ സെർച്ച് കിട്ടാൻ പോസിബിലിറ്റീസ് ഉള്ള ടാഗുകൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് നമ്മളൊരു നാലാമത്തെ മെത്തേഡായിട്ടൊരു മെത്തേഡ് പറയുന്നുണ്ട്. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടാഗുകൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോൻ്റെ മീഡിയ സ്കിപ്പ് ചെയ്യാണ്ട് ആ മെത്തേഡും കൂടി കാണുക. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റ് 2 വെബ്സൈറ്റുകൾ കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത വെബ്സൈറ്റ് എന്ന് പറയുന്നത് tagsyoutube.com എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ് അടുത്തായിട്ടുള്ളത്. ഇതിലും ഇതുപോലെ തന്നെ ഗെറ്റ് കീവേഡ് എന്ന ഓപ്ഷൻ, ഒരു സെർച്ച് ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ പേസ്റ്റ് യുവർ കീവേഡ്സ്, അത് നമ്മുടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കീവേഡ് കൊടുക്കുക. അതുകൊണ്ട് ഗെറ്റ് കീവേഡ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കുറേ ടാഗുകൾ അവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാകും. ആ ടാഗുകൾ നമുക്ക് അവിടെ ലെഫ്റ്റിൽ ടോപ്പിലായിട്ട് സെലക്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സെലക്ട് ഓൾ ഓപ്ഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടാഗും സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടാഗുകൾ മാത്രം സെലക്ട് ചെയ്യാവുന്നതാണ്. ആ ടാഗുകൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ റൈറ്റ് സൈഡിലായിട്ട് കോപ്പി ടാഗ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ കോപ്പി ടാഗ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെലക്ട് ചെയ്ത ടാഗുകളെല്ലാം കോപ്പി ആവുന്നതായിരിക്കും. ഈ സെയിം ടാഗുകൾ നമുക്ക് വീണ്ടും ചെന്ന് നമ്മുടെ വീഡിയോൻ്റെ എഡിറ്റർ ചെന്നിട്ട് നമുക്ക് ടാഗുകളിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഉപയോഗിക്കാവുന്ന മറ്റൊരു വെബ്സൈറ്റാണ് keywordtools.io. ഓക്കെ, ഈ വെബ്സൈറ്റിനകത്തും ഇതുപോലെ തന്നെ നമുക്ക് ടാഗുകൾ, ഇതിനകത്ത് ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ടാഗുകൾ മാത്രമല്ല, നമുക്ക് ഗൂഗിൾ ടാഗുകൾ, ബിങ് സെർച്ചിനുള്ള ടാഗുകൾ, ആമസോൺ, എല്ലാ ഇതിൻ്റെ ടാഗുകളും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ യൂട്യൂബ് ടാഗിന് സെർച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ കീവേഡ് കൊടുക്കുക. റൈറ്റ് സൈഡിൽ ഇന്ത്യ, ഇംഗ്ലീഷ് ആ ലാംഗ്വേജ് കൂടി സെലക്ട് ചെയ്തേക്കുക. അതിന് ശേഷം സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വീണ്ടും ഇതിലും കുറച്ച് ടാഗുകൾ സെലക്റ്റായി വരുന്നതായിരിക്കും. ഈ ടാഗുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ള ടാഗുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടാഗുകളോ അല്ലെങ്കിൽ എല്ലാ ടാഗുകളും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ താഴത്തായിട്ട് കോപ്പി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ കോപ്പി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ കോപ്പി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടാഗുകളെല്ലാം കോപ്പി ആവുന്നതായിരിക്കും. ഇത് നമുക്ക് വീണ്ടും നമ്മുടെ വീഡിയോൻ്റെ എഡിറ്ററിൽ ചെന്നിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി 500 ക്യാരക്ടറാണ് നമുക്ക് നമ്മുടെ എഡിറ്ററിൽ നമുക്ക് ടാഗ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട കേസാണ്. മാക്സിമം 500 ക്യാരക്ടർ കൊടുക്കാൻ പറ്റുള്ളൂ. എക്സീഡ് ആയി നിൽക്കുന്നത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം.
ഓക്കെ, ഇതാണ് മെയിനായിട്ട് വരുന്ന ഒരു മൂന്ന് ടാഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു 3 വെബ്സൈറ്റുകൾ. ഇതുപോലെ ടാഗുകൾ കൊടുത്ത് നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് വൈറലായി പോകുന്നതിനും നല്ല സെർച്ചിൽ ഇൻഡെക്സിൽ കയറി വരുന്നതിനൊക്കെ പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് YouTube.com ലോഗിൻ ചെയ്യുക. YouTube.com ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂട്യൂബിൻ്റെ സെർച്ച് ഓപ്ഷൻ ഉണ്ട് മുകളിൽ. ഓക്കെ, ആ യൂട്യൂബിൻ്റെ സെർച്ച് ഓപ്ഷനിൽ തന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കീവേഡും സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ഹൗ ടു അപ്ലൈ ഫോർ യൂട്യൂബ് മോണിറ്റൈസേഷൻ. ഓക്കെ, അങ്ങനെ ഒരു കീവേഡ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനടിയിൽ കുറേ കീവേഡുകളും ടൈറ്റിലും കാര്യങ്ങളും വരുന്നുണ്ടാവും. ഓക്കെ, ഈ കീവേഡുകളെല്ലാം നമുക്ക് ടാഗ്സ് ആയിട്ട്, അതായത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സെർച്ചിങ്ങിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന കീവേഡുകളാണ് അവർ കാണിക്കുന്നത്. ആ കീവേഡുകൾ അവിടെ ഷോർട്ട് കീവേഡുകളും ലോങ് കീവേഡുകളും എല്ലാം കാണിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഷോർട്ടാണ് കൊടുക്കണമെങ്കിൽ കുറച്ച് ഷോർട്ട് കീവേഡുകളും കുറച്ച് ലോങ് കീവേഡുകളും എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കാനായിട്ട്, അല്ലാതെ ലോങ് കീവേഡുകൾ മാത്രമായിട്ട് കൊടുക്കരുത്. എപ്പോഴും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചില ഷോർട്ട് കീവേഡുകൾ, ചെറിയ കീവേഡുകളും ഒരു 2 വേർഡ് 3 വേർഡുള്ള കീവേഡുകളും ഒരു 4 5 6 വേർഡുള്ള കീവേഡുകളും എല്ലാം കൂടി മിക്സ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെയധികം കീവേഡുകൾ നമുക്ക് ഇവിടുന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീവേഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആപ്ലിക്കേഷൻസ് ആണ്. ടാഗ് യു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഓക്കെ, ടാഗ് യു എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ടാഗ് യു എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ സജസ്റ്റഡ് കീവേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഇവിടെയൊരു സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ കീവേഡ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കുറേ കീവേഡുകൾ ഇവിടെ വരുന്നതായിരിക്കും. ആ കീവേഡുകൾ നമുക്ക് അടിയിൽ ഒരു 4 ഓപ്ഷൻ ഉണ്ട്. ആ 4 മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ എഡിറ്ററിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ തന്നെ ഈ കീവേഡ് ടാഗ് യു എന്ന ആപ്പിൽ തന്നെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ആ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെറ്റ് ടാഗ് ഫ്രം URL. അത് നമുക്ക് വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാഗുകൾ നമുക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. അതിന് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും വീഡിയോൻ്റെ ഒരു URL, അതിൻ്റെ ഒരു URL കൊടുക്കുക. URL കൊടുത്തിട്ട് ചെക്ക് കൊടുക്കുക. ഓക്കെ, URL കൊടുത്ത് ചെക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ചെയ്തിട്ട് അവിടെ ആ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന കീവേഡുകൾ അല്ലെങ്കിൽ ടാഗുകൾ ഓൾറെഡി ഉപയോഗിച്ചിരുന്ന ടാഗുകളുണ്ട്. ആ ടാഗുകളെല്ലാം ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. നമുക്കിവിടെ കോപ്പി കൊടുക്കാവുന്നതാണ്. ആ കോപ്പി കൊടുത്തിട്ട് നമുക്ക് ഈ സെയിം നേരത്തെ പോലെ തന്നെ നമ്മുടെ വീഡിയോൻ്റെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് പിന്നെ രണ്ടാമത്തെ ടാഗ് എന്ന് പറയുന്നത് യു ടാഗ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഈ യു ടാഗ് എന്ന് പറഞ്ഞ ആപ്പിനകത്തും നമ്മൾ ഈ സെയിം തന്നെ നമ്മുടെ URL വെച്ചിട്ട് തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. URL വെച്ച് സെർച്ച് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ടാഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ എക്സ്ട്രാക്ട് ടാഗ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ടാഗുകളും ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഓക്കെ, ഈ സെയിം ടാഗുകൾ ഇപ്പോൾ ഈ മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 500 ക്യാരക്ടറാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടാഗുകളെല്ലാം കോപ്പി ചെയ്ത് നമ്മുടെ വീഡിയോൻ്റെ എഡിറ്റിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോസിനകത്ത് നമുക്ക് മെയിനായിട്ട് ടാഗ്സും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത്. ഈ ടാഗുകൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ പറഞ്ഞ പോലെ യൂട്യൂബിനകത്ത് സെർച്ചിങ്ങിനകത്ത് ഇൻഡെക്സിനകത്ത് വീഡിയോസ് കയറി പോകുന്നതിനും സെർച്ചിൽ കുറേസ് വരുന്നതിനെല്ലാം ടാഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റോളുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് എങ്ങനെ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ടാക്സ് എങ്ങനെ നല്ല ടാഗുകളെല്ലാം കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ടാക്സിനെ പറ്റി വേറെ എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബ് സംബന്ധമായ സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ.